പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വെളിപാടിൻ്റെ വെളിപ്പെടുത്തൽ എന്ന ആ പങ്ക്തിയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ 9-ാം ഭാഗം കേട്ടു. ഇനി നമ്മൾ 10-ാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വെളിപാട് ഗ്രന്ഥത്തിൽ ഏറ്റവും കൂടുതൽ നിഗൂഢാർത്ഥങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു അധ്യായമാണ് വെളിപാട് ഗ്രന്ഥം 12-ാം അധ്യായം. അവിടെ സ്ത്രീയും ഉഗ്രസർപ്പവും എന്ന് പറഞ്ഞൊരു 12-ാം അധ്യായത്തെക്കുറിച്ച് പറയുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കുറേ നിഗൂഢ രഹസ്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് എഴുതി വച്ചിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടിയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടങ്ങൾ. അവൾ ഗർഭിണിയായിരുന്നു, പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. ഇതാണ് ആദ്യത്തെ ഭാഗം. അപ്പോൾ ഇതിലൂടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ അത് സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീ എന്നാണ് പറയുക. അപ്പോൾ സ്വർഗവും സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീ ആയ ഇസ്രായേൽ ജനവും എന്നാണ് അർത്ഥം. അതിൻ്റെ ആദ്യത്തെ അർത്ഥം അതാണ്. സ്വർഗത്തിൻ്റെ തേജസ് ഉള്ള ഭൂമിയിലെ അവൾ, സ്വർഗത്തിൻ്റെ വിശുദ്ധിയുള്ള ഭൂമിയിലെ രാജ്യം, സ്ഥലം, അതായത് സ്വർഗീയ മഹത്വം നിറഞ്ഞ സ്ഥലം, സ്വർഗീയ പ്രമാണങ്ങൾ നിറഞ്ഞ സ്ഥലം, സ്വർഗീയ വിശുദ്ധി കൊണ്ട് അലങ്കരിക്കപ്പെട്ട സ്ഥലം. സ്വർഗത്തിൻ്റെ മഹത്വം പൂർണ്ണമായും ഭൂമിയിൽ വെളിപ്പെട്ടത് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിലാണ്, ഇസ്രായേൽ എന്ന ശക്തിയിലാണ്. ഇസ്രായേൽ എന്ന ജനങ്ങളുടെ ഹൃദയത്തിൽ വേരൂന്നിയ പ്രാർത്ഥനകളും കൽപ്പനകളും നിയമങ്ങളും കൊണ്ട് അവർ വിശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ അവർ സ്വർഗത്തിൻ്റെ തേജസ് കൊണ്ട് ജ്വലിക്കുന്ന ഒരു രാഷ്ട്രമായി മാറി എന്നാണ് അതിനർത്ഥം. അതിനുശേഷം പറയുകയാണ്, സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീ എന്ന് സൂര്യ തേജസ്സുള്ള സ്വർഗത്തിലെ അവൾ എന്നുദ്ദേശിക്കുന്നത് സിയോൺ എന്ന് പറയുന്ന ജെറുസലേം അഥവാ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെയാണ്. പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൂര്യ തേജസ്സുള്ള രാഷ്ട്രമായ ഇസ്രായേലിൻ്റെ പാദങ്ങൾക്കടിയിൽ വരുന്നതാണ് എന്ത്? സഭ എന്നാണ് അതിനർത്ഥം. പ്രിയപ്പെട്ടവർ, അത് നമ്മൾ മനസ്സിലാക്കുന്ന സത്യം എന്ന് വെച്ചാൽ, ഈ സൂര്യൻ്റെ തേജസ്, സൂര്യൻ്റെ വെളിച്ചം ഒരിക്കലും ചന്ദ്രനിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നില്ല. ഭൂമിയിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രനിൽ തട്ടി കൊണ്ടുവരുന്നത് നമ്മൾ നിലാവെന്നൊക്കെ പറയുന്നു. അതേപോലെ തന്നെ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ പ്രതിഫലനമായ അതിൻ്റെ പിന്തുടർച്ചയായ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് സൂര്യൻ്റെ തേജസ് ഉണ്ടായിരുന്ന ക്രിസ്തു, സർവശക്തനായ യേശു ക്രിസ്തു ഇസ്രായേലിൽ വന്നു ജനിക്കുകയും ആ ഇസ്രായേലിൽ ജനിച്ച യേശു ക്രിസ്തുവിൻ്റെ മഹത്വവും തേജസ്സും പിന്നീട് അതിന് തുടർച്ചയായ കത്തോലിക്ക സഭയിൽ പ്രകടമായ സുവിശേഷത്തിൻ്റെ ശോഭ, സുവിശേഷത്തിൻ്റെ വെളിച്ചം. ഈശോ തന്നെ പറയുന്നത്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് കർത്താവ് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾ നടന്നുകൊള്ളുക, കാരണം എന്തെന്നാൽ പ്രകാശം ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്, ഞാൻ പോയി കഴിഞ്ഞാൽ അന്ധകാരം നിങ്ങൾക്ക് വരും, അതിനാൽ ഞാൻ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾ നടന്നുകൊള്ളുമെന്ന് പറഞ്ഞ് ശിഷ്യന്മാരോട് പറയുന്ന ഭാഗമുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചന്ദ്രൻ എന്ന് പറയുന്നത് സഭയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൽ വന്നു ജനിച്ച ക്രിസ്തുവാകുന്ന ദൈവത്തിൻ്റെ പ്രകാശം സഭയിലേക്ക് വെളിച്ചമായി വരുന്നത്, സുവിശേഷമായിട്ട് വരുന്നത്. അതാണ് എൻ്റെ അർത്ഥം. ശിരസിൽ 12 നക്ഷത്രങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, 12 നക്ഷത്രങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളാണ്. ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾ 12 നക്ഷത്രങ്ങളാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് 12 ഗോത്രങ്ങളെ 12 നക്ഷത്രങ്ങളോട് ഉപമിക്കുന്നത്. അത് വെളിപാടിൽ പറയുന്നുണ്ട്, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ 12 12 ഗോത്ര തലവന്മാരെ കൊണ്ട് അലങ്കൃതം. അതിൻ്റെ അടിസ്ഥാനം സ്വർഗത്തിൻ്റെ അടിസ്ഥാനം, കവാടങ്ങളുടെ അടിസ്ഥാനം 12 അപ്പസ്തോലന്മാർ. അതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ശരിയായ അർത്ഥം വരുന്നത്. അപ്പോൾ ആ ശരിയായ അർത്ഥം വെച്ച് നമ്മൾ നോക്കുമ്പോൾ 12 നക്ഷത്രങ്ങൾ 12 ഇസ്രായേൽ ഗോത്രങ്ങളാണ്. അവൾ ഗർഭിണിയായിരുന്നു. ഇസ്രായേലിൻ്റെ ഗർഭത്തിൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ എത്രയോ പ്രവാചകന്മാർ ജനിച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ എത്രയോ പുരോഹിതന്മാർ ജനിച്ചിട്ടുണ്ട്, പ്രവാചകന്മാർ ജനിച്ചിട്ടുണ്ട്, പുരോഹിതന്മാർ ജനിച്ചിട്ടുണ്ട്, രാജാക്കന്മാർ ജനിച്ചിട്ടുണ്ട്, സാധാരണക്കാർ ജനിച്ചിട്ടുണ്ട്, ദാവീദ്, സോളമൻ, ഇതൊക്കെ ജനിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ എന്ന രാജ്യം ഏറ്റവും ശക്തമായ ഒരു ഗർഭത്തെ ധരിച്ചത് അത് യേശുക്രിസ്തുവിനായിരുന്നു. കാരണം യേശുക്രിസ്തുവിൻ്റെ ജനനം അതീവ നിഗൂഢവും രഹസ്യമായിരുന്നു. എന്നാൽ അത് ഗർഭം ധരിച്ചത് ഇസ്രായേലിലായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. പ്രസവവേദന അവൾ നിലവിളിച്ചു. അപ്പോൾ ഈ പ്രസവവേദന എന്നുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പ്രസവവേദന എന്ന് പറയുന്ന ആ നിലവിളി ഉണ്ടായത് എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ പലപ്പോഴും പ്രസവവേദനയ്ക്ക് തത്തുല്യമായ വിജാതീയ ഗവൺമെൻറ്റുകളിൽ നിന്ന്, വിജാതീയ രാഷ്ട്രങ്ങളിൽ നിന്ന് വലിയ ശത്രുത, വലിയ യുദ്ധങ്ങൾ ഏറ്റുവാങ്ങി. അപ്പോഴെല്ലാം ഇസ്രായേൽ അനുഭവിച്ച വേദന ഒരു പ്രസവവേദനയ്ക്ക് തുല്യമായ ഒരു വേദനയായിരുന്നുവെന്ന് വിശുദ്ധ സാക്ഷ്യപ്പെടുത്തിയാണ്. പ്രസവവേദന അവൾ നിലവിളിച്ചു, പ്രസവവേദന അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ വേറൊരാളെയും കൂടി അടയാളം കാണി, ഇതാ അഗ്നിമയമായ ഒരു ഉഗ്രസർപ്പം, അതിന് 7 തലയും 10 കൊമ്പും, തലയിൽ 7 കിരീടങ്ങൾ.
പ്രിയപ്പെട്ടവരെ 7 കൊമ്പ്, അതിന് 7 തലയും 10 കൊമ്പും. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന 7 തലയെന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സഭാതലത്തിൽ ചിന്തിച്ചാൽ അത് 7 കൂദാശകളാണ്. എന്നാൽ ഇസ്രായേലിൻ്റെ തലത്തിൽ ചിന്തിക്കുമ്പോൾ അത് അന്നത്തെ ജെറുസലേം ദേവാലയത്തെ ആരാധന, അവിടുത്തെ പ്രമാണങ്ങൾ, അവിടുത്തെ പുരോഹിതന്മാരുടെ നിയോഗങ്ങൾ, അവിടുത്തെ ബലികൾ, അവിടുത്തെ കാഴ്ചവസ്തുക്കൾ, അവരുടെ അഗ്രചർമ്മം ഛേദിക്കുന്ന ആചാരങ്ങൾ, ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ജ്ഞാനസ്നാനം. അവരുടെ പൗരോഹിത്യമാണ് നമുക്ക് തിരുപ്പട്ടമായിട്ട് വരുന്നത്. അവരുടെ പ്രാർത്ഥന ഏറ്റു പറഞ്ഞുകൊണ്ട് അവർ കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിക്കുന്നതായിരുന്നു നമ്മുടെ കുമ്പസാരം. ഇങ്ങനെ ഈ 7 ഇത് അഗ്നിമയ 10, അതിന് 7 തലയെന്ന് പറയുന്നത് 7 ഇന്നത്തെ കൂദാശയ്ക്ക് തത്തുല്യമായ അവിടുത്തെ പ്രാർത്ഥനയുടെ ഭാഗങ്ങളായിരുന്നു. 10 കൊമ്പ് എന്ന് പറയുന്നത് ശരിക്കും ഇന്ന് ലോകം മുഴുവൻ ആ 10 കൊമ്പിനെ കുറിച്ച് മനസ്സിലാക്കി നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ മഹത്വമായി നിൽക്കുന്നത് 10 പ്രമാണങ്ങൾ കൊണ്ടുള്ള നമ്മുടെ ജീവിതമാണ്. 10 പ്രമാണങ്ങൾ. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശക്തമായ കൊമ്പ്, അവൻ്റെ അഹങ്കാരം എന്ന് പറയുന്നത് 10 പ്രമാണങ്ങളായിരുന്നു. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്. അതുകൊണ്ടാണ് ഈശോ പോലും ധനവാനോട് ഒരു നിയമപണ്ഡിതൻ വന്ന് യേശുവിനോട് ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ യേശു പറയുന്നൊരു ഭാഗം ഏതാണ്? പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. അന്ന് ഏറ്റവും കൂടുതൽ ലോകത്ത് പഠിച്ചുകൊണ്ടിരുന്ന അന്നത്തെ നിയമപണ്ഡിതന്മാർ, പുരോഹിതന്മാർ, ഇസ്രായേൽ ജനം, പ്രവാചകന്മാരെല്ലാം പഠിക്കുകയും അത് ധ്യാനിക്കുകയും അതിൻ്റെ സത്യം മനസ്സിലാക്കുകയും ചെയ്തിരുന്നത് ഈ നിയമങ്ങളായിരുന്നു. ആ നിയമങ്ങൾ 10 കൊമ്പുകളായിരുന്നു. അത് പിന്നീട് വരുമ്പോൾ നമ്മുടെ കത്തോലിക്ക സഭയിലും ഈ 10 പ്രമാണങ്ങൾ ഇന്ന് നമ്മൾ പാലിക്കുന്നുണ്ട്. അപ്പോൾ കൊമ്പ് പോലെ അഹങ്കാരമുള്ള ശക്തമായ ആ നിൽക്കുന്ന സംഭവം 7 കൊമ്പിന് തുല്യമായ ശക്തിയുള്ള പ്രമാണങ്ങളെയാണ് ദൈവമതാർത്ഥം. 10 കൊമ്പും തലകളിൽ 7 കിരീടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുമായിട്ടുള്ള 7 കിരീടം എന്ന് പറയുന്നത് നമുക്കറിയാം. സക്രിയാപ്പുറ ദിവസത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 7 ആത്മാക്കളെ സംബന്ധിക്കണം. 7 കിരീടം. ഒരു മനുഷ്യൻ, നമുക്കറിയാം അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ച് പരിശുദ്ധമ്മയുടെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അഗ്നിയുടെ രൂപത്തിൽ അവരുടെ ശിരസിൽ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ശിരസിൽ വന്ന ദൈവത്തിൻ്റെ അഗ്നിരൂപത്തെയാണ് ശരിക്കും അതിന് തത്തുല്യമായ 7 കിരീടം എന്ന് പറയുന്നത് 7 ആത്മാക്കളുടെ പ്രാതിനിധ്യമാണ് വയ്ക്കുന്നത്. അത് നമ്മുടെ കത്തോലിക്ക സഭയിൽ 7 കുദാശകളുടെ 7 ആത്മാക്കൾ. അതാണ് നമ്മൾ ആ രീതിയിൽ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായ സത്യത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ അക്ഷരങ്ങൾ 3 വാരിക്കൂട്ടി ഭൂമിയിരുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവിടെ മുമ്പിൽ കാത്തു വന്നു. ആ സർപ്പം യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം, യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് അവിടെ കാത്തുന്ന സർപ്പം എന്നായിരുന്നു? ഹെറോദസ് രാജാവായിരുന്നു. ഹെറോദസ് രാജാവ് യേശുക്രിസ്തു ജനിച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ രാജാവ് കൽപ്പന പുറപ്പെട്ടു, ആ ശിശു എവിടെയാണെന്ന് അറിഞ്ഞു വരണം, എനിക്കും പോയി ആരാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടു. പക്ഷേ അതിന് കിട്ടായിക വന്നപ്പോൾ 2 വയസ്സിന് താഴെ എല്ലാ ആൺകുട്ടികളെയും കൊന്നു കളഞ്ഞിരുത്താൻ പറ്റുന്നു. അപ്പോൾ ഫറവോയുടെ ദുരാത്മാവിനെ ആവഹിച്ചെടുത്ത ആ ദുരാത്മാവുള്ള ഹെറോദസ് രാജാവായിരുന്നു അന്നത്തെ സർപ്പം അവിടെ മുമ്പിൽ കാത്തു എന്ന് പറയുന്നത്. ആ സ്ത്രീ പ്രസവിച്ച കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തു നിന്നു. അവളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. ആ ആൺകുട്ടിയാണ് ലോക ചരിത്രം, ലോകത്തിൻ്റെ ഇന്നോളം കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ ശക്തമായ ഒരേ ഒരു മനുഷ്യൻ. അത് ശരീരമുള്ള ദൈവം, ചരിത്രപുരുഷൻ, വിശുദ്ധിയുള്ളവൻ, ജ്ഞാനി, ദൈവം, മനുഷ്യരുമുള്ള ദൈവം, ഇങ്ങനെ എല്ലാ രീതിയിൽ ചിന്തിച്ചാലും ഒരാൺകുട്ടിയെ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ ആ ആൺകുട്ടി ആരാണ്? അതാണ് ലോകം കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ മനുഷ്യനായ, വലിയ ശക്തനായ യേശു ക്രിസ്തു. ആ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് കൊണ്ട് മേയിക്കാനുള്ളവനാണ് അവൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇരുമ്പ് ദണ്ട് കൊണ്ടെന്ന് പറയുന്നത്? ഇരുമ്പ് ദണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ പറയും, യുദ്ധസാമഗ്രികൾ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങൾ, ഇരുമ്പിൻ്റെ ശക്തിയുണ്ട്. ഇരുമ്പിൻ്റെ പല്ല്, അതായത് ഇന്നത്തെ നമുക്കറിയാം ബുൾഡോസറുകൾ, JCB, കല്ല് പൊട്ടിക്കുന്ന യന്ത്രങ്ങൾ എല്ലാം അതിൻ്റെ ഒരു പല്ല്, അതിൻ്റെ ഒരു നഖം പോലത്തെ സാധനം ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതിന് തത്തുല്യമായ ലോകത്തെ ഒരു രാജ്യത്തെ ആക്രമിക്കാൻ തക്കുന്ന ആണവ ബോംബുകളും അതിൻ്റെ സംവിധാനങ്ങളോട് കൂടിയ സംവിധാനമുള്ള രാജ്യത്തെയാണ് ഇരുമ്പ് ദണ്ടുള്ളവൻ എന്ന് പറയുന്നത്. അതായത് യേശുക്രിസ്തു എന്ന സത്യം വിശുദ്ധിയുടെയും ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും ദണ്ട് കാണിച്ചു കൊടുത്തപ്പോൾ അതിനെതിരെ ഇരുമ്പിൻ്റെ ദണ്ട് യുദ്ധവുമായിട്ട് വന്നു എന്നാണ് അതിനർത്ഥം. ജനപദങ്ങളെ ഇരുമ്പുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംഭവിക്കപ്പെട്ടു. അവളുടെ ശിശു ഇസ്രായേലിൻ്റെ ഈ യേശുക്രിസ്തു എന്ന യേശുക്രിസ്തു ദൈവം
എപ്പോഴാണ് സംഭവിക്കപ്പെട്ടത്? യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ച് കുരിശിൽ തൂങ്ങി മരിച്ച് ഉയർക്കപ്പെട്ട് മൂന്നാമത്തെ ദിവസം കർത്താവിന് ജനങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം എന്തു സംഭവിച്ചു? അതിനുശേഷം 40 ദിവസം ലോകത്ത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് സുവിശേഷം പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റാൽ എന്തു സംഭവിക്കും, ഉയർപ്പ് ജനത്തിനും മനുഷ്യനുണ്ടോ, അതെങ്ങനെ സ്വന്തമാക്കാന്നുള്ളതൊക്കെ കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചതിന് ശേഷം കർത്താവായ ദിവസം 40-ാം ദിവസം പന്തക്കോസ്ത് ദിവസം യേശു ക്രിസ്തു മലയിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അത് നമുക്കറിയാം. യേശു ക്രിസ്തു മരിച്ചുയർത്തതിന് ശേഷം 40 നാൾ ഉയർത്തെഴുന്നേറ്റ് പോയി നമ്മളുണ്ട്. അതിനുശേഷം സുവിശേഷം ലോകത്ത് പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ AD 70-80 കാലഘട്ടം വന്നപ്പോൾ ഈ ജെറുസലേം ദേവാലയത്തിൽ വളരെ ശക്തമായ ആരാധന നടക്കുന്ന സ്ഥലമായിരുന്നു. എന്നാൽ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നെബൂഖദ്നേസർ രാജാവിൻ്റെ പടയാളി വന്ന് നെബൂസരദാൻ എന്ന പടയാളി വന്ന് ജെറുസലേം ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്തിട്ട് ആ ജെറുസലേം ദേവാലയം പൂർണ്ണമായിട്ട് നശിപ്പിച്ച സംഭവം ലോക ചരിത്ര സംഭവമാണ്. അതിൽ ബൈബിളിൽ പറഞ്ഞതിനേക്കാൾ ചരിത്രസംബന്ധമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയെന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന രാഷ്ട്രം. എന്താണ് സംഭവിച്ചത്? ഈ ജെറുസലേം ദേവാലയം പിടിച്ചടക്കപ്പെട്ട് ലക്ഷക്കണക്കിന് യഹൂദന്മാരെ കൊന്നു കഴിഞ്ഞപ്പോൾ അവരോടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓടി. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ മട്ടാഞ്ചേരിയിലും യഹൂദന്മാർ വന്നത്. പ്രിയപ്പെട്ടവരെ, ആ സിമരിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവമൊരുക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. അനന്തരം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. പ്രിയപ്പെട്ടവരെ, അത് എൻ്റെ ചരിത്രപരമായ സ്വർഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ട നമ്മുടെ കത്തോലിക്ക സഭയിൽ നമുക്ക് സഭയ്ക്ക് ഒരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ സഭയുടെ ഒരു കുറവ് എന്ന് വേണമെങ്കിൽ പറയാം. അതെല്ലാം പരിപൂർണമായിട്ട് നമുക്ക് കത്തോലിക്ക സഭയെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഈ പരിശുദ്ധ അമ്മയാണ് ഈ സ്ത്രീ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് സഭ അത് പ്രഖ്യാപിച്ചപ്പോൾ അന്നുണ്ടായിരുന്ന മാർപ്പാപ്പയും അന്നുണ്ടായിരുന്ന വൈദികരും മെത്രാന്മാരുമെല്ലാം ഇതാണ് ഇനി ശരി എന്ന് അവർ ആ വ്യാഖ്യാനം ഉപയോഗിച്ച് അവർ പഠിച്ചു, അവർ ചിന്തിച്ചു പോയി. അത് പറഞ്ഞത് തെറ്റല്ല, കാരണം വെച്ചാൽ അന്ന് അവർക്ക് അത്രേ അറിവുണ്ടായിരുന്നുള്ളൂ. എന്നാൽ സത്യം എന്താണ്? ഇന്നും സത്യം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെയും ഇസ്രായേൽക്കാരുടെ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നതാണ്. പ്രത്യേകിച്ചും വെളിപാട് ഗ്രന്ഥത്തിൽ നമുക്കൊരു സത്യം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ അമ്മയെക്കുറിച്ച് വെളിപാട് ഗ്രന്ഥത്തിൽ ഒരു വാക്ക് പോലും എഴുതപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, അപ്പസ്തോലന്മാർ സുവിശേഷം പ്രസംഗിച്ച കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരു വാക്ക് പോലും സുവിശേഷ ഭാഗത്തിൽ ശിഷ്യന്മാർ പറഞ്ഞിട്ടില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ അമ്മയോട് കൂടിയിരുന്ന് ശിഷ്യന്മാർ പ്രാർത്ഥിച്ച് അവർ അഭിഷേകം നേടുകയും പരിശുദ്ധാത്മാവിനെ ആവഹിച്ചെടുക്കുകയും പരിശുദ്ധാത്മാ അവരുടെ മേൽ അഗ്നിയുടെ രൂപത്തിൽ വരികയും ചെയ്തപ്പോൾ ആ കൂടെ പരിശുദ്ധ അമ്മ ഉണ്ടായിരുന്നു. അത് ന്യായമാണ്. എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ അമ്മയെ നമുക്ക് ഇന്ന് ലോകത്ത് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റ്, ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയെ നമ്മളൊരു ആരാധന വിഷയമാക്കി മാറ്റി. പരിശുദ്ധ അമ്മയെ നമ്മൾ അതിൻ്റെ ഗ്രോട്ട ഉണ്ടാക്കി വെക്കുന്നു, മാതാവിനെ നമ്മളിതെല്ലാം ഈ വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ എല്ലാം ശരിക്കും പഠിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ യേശുവിൻ്റെ അമ്മയാണ്. നമ്മുടെ സഭയ്ക്കൊക്കെ വേണ്ടി ഈ യേശുവിനെ വളർത്തി തന്ന ഞങ്ങളുടെ യേശുവിൻ്റെ അമ്മയാണ് പരിശുദ്ധ അമ്മ. അപ്പോൾ യേശുവിൻ്റെ അമ്മ എന്നുള്ളൊരു സ്നേഹവും ബഹുമാനവും നമ്മൾ കൊടുക്കണം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയുടെ ഒരു ജമാല ചെല്ലുന്നത് തെറ്റല്ല, അത് ന്യായമാണ്, ആവശ്യമാണ്. ഇവിടെ നമുക്ക് പറ്റിയിരിക്കുന്ന വലിയൊരു അബദ്ധത്തെക്കുറിച്ച് കൂടി ഞാൻ പറയാം. ഇന്ന് ലോകത്ത് സംഭവിക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ജമാല ചൊല്ലുന്നു, പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി നടന്നു പോകുന്നു, രാത്രി നടക്കുന്നു, പകൽ നടക്കുന്നു, പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടോടുമ്പിൽ മുട്ടുമടക്കുന്നു, ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ഒരു തെറ്റായ ധാരണ എന്ന് പറഞ്ഞാൽ 1000 ജപമാല ചൊല്ലിയാൽ എൻ്റെ പാപവും തിന്മയും എൻ്റെ എടുത്തു മാറ്റപ്പെടും, അതോടുകൂടി ഞാൻ പൂർണ്ണ വിശുദ്ധിയിലേക്കും രക്ഷയിലേക്കും വരും, പരിശുദ്ധ അമ്മേനെ സ്വർഗത്തിലേക്ക് നിത്യജീവിതത്തിലേക്ക് എടുത്തുകൊണ്ട് പോകും, പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ഒന്നും ഭയപ്പെടാനില്ല, ഞാൻ രക്ഷയിലേക്ക് നിത്യജീവനിലേക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നൊരു ധാരണ നമ്മുടെ ഉള്ളിൽ കടന്നു കൂടിയത് ഇന്ന് സഭയുടെ തകർച്ചയും ഒരു പരിധിവരെ ക്രിസ്ത്യാനികളുടെ പൂർണ്ണമായ തകർച്ചയിലേക്കും എത്തുന്ന രീതിയിലേക്ക് എത്തപ്പെട്ടു. പൂർണ്ണമായും സഭ തകർന്നോ പൂർണ്ണമായും ക്രിസ്ത്യാനി തകർന്നോ ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു കുറുക്ക് വഴി നമ്മൾ അന്വേഷിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 1:7 യോഹന്നാൻ ശ്ലീഹ പറയുന്ന, യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നവരുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മെ സകല പാപത്തിൽ നിന്നും സകല അശുദ്ധിയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു, സംരക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തമാണ് പാപവിമോചനം, തിന്മയിൽ നിന്നുള്ള വിടുതൽ ലഭിക്കുന്നത്. അല്ലാതെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ നേടി എത്ര പ്രാർത്ഥിച്ചാലും, എത്ര ലക്ഷക്കണക്കിന് ജമാല ചൊല്ലിയാലും, പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ എത്ര മുട്ടുമടക്കിയാലും, പരിശുദ്ധ അമ്മ എത്രമാത്രം സ്നേഹിച്ചാലും ബഹുമാനിച്ചാലും ആരാധിച്ചാലും
പാപവിമോചനം, തിന്മയിൽ നിന്ന് വിടുതൽ നമുക്ക് ലഭിക്കില്ല. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇവിടെ മറ്റൊരു സത്യം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം, അത് നിങ്ങൾ ഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളൊരു പാപവിമോചനത്തിന് വേണ്ടി ഒരു ധ്യാനം കൂടാനോ അല്ലെങ്കിൽ നല്ലൊരു കുമ്പസാരം, ശക്തമായ കുമ്പസാരത്തിന് എൻ്റെ ക്ലാസ് ഉണ്ട് പ്രിയപ്പെട്ടവരെ, അതൊക്കെ നമുക്ക് ഈ വേദി തരാൻ പറ്റിയില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് കുമ്പസാരത്തിൻ്റെ ശക്തമായ ക്ലാസ് തരാൻ വേണ്ടി പ്രത്യേക സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാം. പക്ഷേ നമ്മൾ നല്ല കുമ്പസാരിച്ച് പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും വിടുതൽ നേടിയതിന് ശേഷം നമ്മൾ നമ്മുടെ പരിശുദ്ധ അമ്മയെ വിളിക്കണം. എന്തിനാണ്? പരിശുദ്ധാത്മാവ് എന്നിൽ നിലനിൽക്കാൻ. കാരണം ശിഷ്യന്മാരുടെ കൂടെ പരിശുദ്ധ അമ്മയും ഒപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവ് അമ്മയോടൊപ്പം ഇരുന്ന് ശിഷ്യഗണത്തിലേക്ക് എഴുന്നേൽ വന്നതുപോലെ നമുക്കും പറയാം, എൻ്റെ പരിശുദ്ധ അമ്മേ, എൻ്റെ ഭവനത്തിൽ വരണമേ, ഞങ്ങളൊപ്പമായിരിക്കണമേ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ നേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സംരക്ഷണവും പരിശുദ്ധ അമ്മയുടെ ശക്തിയും ഞങ്ങളെ നിറയാൻ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് നമുക്ക് പരിശുദ്ധ അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന തെറ്റല്ല, അത് ന്യായവും യുക്തവുമാണ്. എന്നാൽ അതിൻ്റെ മറിച്ചുള്ള ഭാഗം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, എല്ലാത്തിൻ്റെയും പരിഹാരം പരിശുദ്ധ അമ്മയാണ്, എല്ലാത്തിൻ്റെയും ഉടമസ്ഥ പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയിൽ കൂടെ നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ അമ്മ ഇതിനെല്ലാം കാത്തുകൊള്ളും സംരക്ഷിക്കുമെന്ന് തെറ്റിദ്ധരിച്ച് പോകരുത് പ്രിയ സഹോദരൻ. കാരണം പാപമോചനം, തിന്മയുടെ യുഗം. അതാണ് കൊരിന്ത്യർ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, ഇത് തിന്മയുടെ യുഗമാണ്. യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളിവിടെ ഈ അത്യന്താധുനിക കാലഘട്ടത്തിൽ, ഈ ഇലക്ട്രോണിക് യുഗത്തിൽ, ഈ കമ്പ്യൂട്ടറുകളും റോബോട്ടുകളും നിർമ്മിക്കപ്പെട്ട ഈ കാലഘട്ടത്തിൽ, യുഗം അതിൻ്റെ അന്ത്യ കാലഘട്ടങ്ങളിൽ എത്തി നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇവിടെ തിന്മയിൽ നിന്നുള്ള വിടുതലാണ് നമുക്ക് വേണ്ടത്, പാപമോചനമാണ് നമുക്ക് വേണ്ടത്. അതാണ് ആവശ്യം. അതിനുശേഷം നമുക്ക് പറയാം, അമ്മേ മാതാവേ ഞങ്ങളെ കാത്തുണമേ, ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണമേ, ഞങ്ങളുടെ സഭയെ കാത്തുണമേ, അമ്മ ഞങ്ങൾ കൂട്ടുണ്ടായിരിക്കണമേ, കാവലുണ്ടായിരിക്കണമേ എന്ന് വിശുദ്ധി പ്രാപിച്ചതിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി, പിന്നീടുള്ള സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധമ്മയുടെ സംരക്ഷണം പ്രാർത്ഥിക്കാം. എന്നാൽ ആദ്യം എൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കേണ്ടത്, ഇതേത് യുഗത്തിലാണ് ഇരിക്കുന്നത്? 2024 കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം തേടുന്നതിന് അപ്പുറത്തേക്ക് ഒരു വിശദീകരണ പ്രക്രിയ എന്നിൽ നടക്കുന്നുണ്ടോ? എൻ്റെ കുംഭസാരത്തിൻ്റെ ശക്തിയിലൂടെ എല്ലാ ദുരാത്മാക്കളെയും ബന്ധിച്ച് ബഹിഷ്കരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ ആത്മാവിൻ്റെ നിറവിൽ നിൽക്കുന്ന ഞാൻ, എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് കാവലുണ്ടായിരിക്കണമേ, എന്നെ പരിശുദ്ധാത്മ എന്നിൽ നിന്ന് എടുത്തു കളയാതെ അമ്മ സംരക്ഷിക്കണമേ, കൂട്ടുണ്ടായിരിക്കണം, പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല, അതാണ് എൻ്റെ ശരി. പക്ഷേ ഇന്ന് കാണുന്നത് എന്താണ്? പരിശുദ്ധമ്മയുടെ ഗ്രോട്ടോട് മുമ്പിൽ മനുഷ്യൻ മുട്ടുമടക്കുന്നു. കൃപാസനം പോലുള്ള സ്ഥലങ്ങളിൽ പോയി ഒരുപാട് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെയൊക്കെ പോകുന്നൊരു താൽക്കാലിക വിജയം നേടി തിരിച്ചു വരുന്നു. എന്നാൽ 2 മാസം, 6 മാസം, 8 മാസം കഴിയുമ്പോൾ അവർ വീണ്ടും പഴയപടിയാവുന്നു. ഇവിടുത്തെ നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കാം. പരിശുദ്ധമ്മയുടെ മാതൃക, പരിശുദ്ധമ്മയെ നമ്മൾ മധ്യസ്ഥം നേടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു സത്യം ഇതാണ്: പരിശുദ്ധമ്മയുടെ മാതൃക നമ്മൾ സ്വീകരിക്കുന്നില്ല. പരിശുദ്ധമ്മയെ രക്ഷിക്കണേ. കൊച്ചിന് ഓസ്ട്രേലിയയിൽ ജോലി, വിവാഹം; കാനഡയിൽ ജോലി, വിവാഹം; 2 നില വാർക്ക് വീടും കിട്ടണം, പരിശുദ്ധമ്മ സഹായിക്കണം. ഈ രീതിയിലുള്ള മാതാവിനെ നമ്മൾ തരം താഴ്ത്തി കാണുമ്പോൾ, ഒരു മധ്യസ്ഥയായിട്ട് നിന്നുകൊണ്ട് ജോലിയും വീടും സമ്പത്തും പണവും ധനവും ആഠ്യത്വവും നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു മീഡിയ ആയിട്ട് പരിശുദ്ധമ്മയെ കണ്ടു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവർ, തെറ്റാണെന്ന് ഞാൻ പറയും. കാരണം പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് സമ്പത്ത് തരുന്നൊരു അമ്മയല്ല, മറിച്ച് വിശുദ്ധിയിലേക്ക്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്, കാനായിലെ കല്യാണത്തിൽ അവൻ പറഞ്ഞതുപോലെ ചെയ്യുവിൻ, അവനിലേക്ക് നോക്കുവിൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധ അമ്മ പറഞ്ഞത് അത് കേൾക്കാത്ത. പരിശുദ്ധ അമ്മ എന്ന് ചുരിദാറിട്ടുണ്ട് പോയിട്ടില്ലേ? ചുരിദാറിട്ട് നിന്നുകൊണ്ട് നമ്മളിങ്ങനെ അവിടെ കാണിച്ച് പറയുന്നത് പോലെ അല്ല. പരിശുദ്ധയമ്മ പരിശുദ്ധിയുടെ നിറകുടമായിരുന്നു, പരിശുദ്ധിയുടെ ജ്ഞാനമുണ്ടായിരുന്നു, പരിശുദ്ധാത്മ നിറഞ്ഞ വ്യക്തി. അതുകൊണ്ടാണ് പരിശുദ്ധം പറഞ്ഞത്, എൻ്റെ ചിത്തം എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷകനിൽ ആനന്ദിക്കുന്നു. പരിശുദ്ധമ്മ രക്ഷകനിൽ യേശുക്രിസ്തുവിൽ ആശ്രയിച്ചു. പരിശുദ്ധമ്മ യേശുക്രിസ്തുവിനെ കണ്ടിരുന്നു, അറിഞ്ഞിരുന്നു, ഗ്രഹിച്ചിരുന്നു. എന്നാലോ ഇന്നത്തെ സഭയും ഇന്നത്തെ ജനവും അമ്മയുടെ മധ്യസ്ഥം നേടുകയെന്ന് പറഞ്ഞ് പോകുമ്പോൾ പാപവിമോചനവും തിന്മയിൽ വിടുതൽ ലഭിക്കുന്നില്ല, മറിച്ച് മധ്യസ്ഥം പ്രാപിച്ച് അതും സമ്പാദിച്ച് ഇത് സമ്പാദിച്ച് പോകുന്ന കത്തോലിക്ക സഭയിലെ പ്രിയപ്പെട്ട ജനമേ, പ്രിയപ്പെട്ട കത്തോലിക്ക വിശ്വാസികളെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് വിശുദ്ധീകരണ പ്രക്രിയ ആരംഭിച്ചു. കാരണം കർത്താവിൻ്റെ അന്ത്യവിധി അടുത്തു വരുന്നു. ദൈവത്തിൻ്റെ വരവ്, യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ് ഒരുക്കപ്പെട്ട കാലഘട്ടത്തിൽ, യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിന് മുന്നോട്ടിട്ടുള്ള ആണവ യുദ്ധത്തിന് തൊട്ടുമുള്ള കാലഘട്ടങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൻ്റെ ലക്ഷണങ്ങൾ ഒന്നൊന്നായി സംഭവിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം നേടി നമ്മൾ അമ്മയുടെ പുറകെ പോവുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ കുംഭസാരിച്ച് വിശുദ്ധി പ്രാപിച്ച് സകലവിധ തിന്മയിൽ നിന്നും, സകല മ്ലേച്ഛതയിൽ നിന്നും, സകല അശുദ്ധിയിൽ നിന്നും വിടുതൽ പ്രാപിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി
അമ്മയുടെ മധ്യസ്ഥ നേടണം. എന്നിട്ട് പരിശുദ്ധമ്മയുടെ കാവൽ നിർത്തി എൻ്റെ ആത്മാവിനും എൻ്റെ കുടുംബത്തിനും അമ്മയെ കാവലുണ്ടായിരിക്കണേ പറഞ്ഞു നിങ്ങൾ നോക്ക്. നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതം സംഭവിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ ശക്തമായ വിടുതലുണ്ടാകും. നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അസ്വസ്ഥയും വിട്ടുപോകും. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം കറച്ചാവും. പാപവും തിന്മയും ചെയ്തേച്ച് പരിശുദ്ധമ്മയെ കൂട്ടുപിടിച്ചാൽ നിങ്ങളുടെ കുടുംബം നശിച്ചു പോകുള്ളൂ. പരിശുദ്ധമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പരിശുദ്ധി അമ്മ പരിശുദ്ധിയുടെ അമ്മയാണ്. പരിശുദ്ധി അമ്മ ജ്ഞാനത്തിൻ്റെ അമ്മയാണ്. പരിശുദ്ധി അമ്മ വിശുദ്ധിയുടെ വിവേകത്തിൻ്റെ നിറകുടമാണ്. ആ പരിശുദ്ധമ്മ എൻ്റെ കൂടെ ഉണ്ടാകണമെങ്കിൽ, ആ പരിശുദ്ധമ്മ എൻ്റെ ഭവനത്തിന് കാവലുണ്ടാകണമെങ്കിൽ ഞാൻ വിശുദ്ധീകരിക്കപ്പെടണം. ഞാൻ വിശുദ്ധി പ്രാപിച്ചു കഴിഞ്ഞാൽ എന്നിൽ എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ടാവും. എന്നിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ പരിശുദ്ധി അമ്മ എൻ്റെ കൂടെ ഉണ്ടാവും. അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഈ വെളിപാട് ഗ്രന്ഥത്തിൽ പറയപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും നിഗൂഢാർത്ഥം നമുക്ക് മനസ്സിലാകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സത്യം മനസ്സിലാക്കേണ്ടത് സഭയിൽ ഇങ്ങനെ സംഭവിച്ചു പോയി. ആ ഒരു കാലഘട്ടങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ജപമാലയൊക്കെ ഉണ്ടാക്കുകയും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയുടെ സഭ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം സംഭവിച്ചതൊക്കെ ശരിയാണ്, ന്യായമാണ്, തെറ്റൊന്നുമല്ല. പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അതിനുള്ള വിവേകവും വിശുദ്ധിയും നമ്മളിലുണ്ടാകട്ടെ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് കാവലും കൂട്ടമുണ്ടാകണമേ, നമുക്ക് പ്രാർത്ഥിക്കാം, തെറ്റല്ല. പക്ഷേ ആദ്യം നിൻ്റെ വിശദീകരണം, നിൻ്റെ ഹൃദയ വിശുദ്ധീകരണമാണ് ഞാൻ അഭിലഷിക്കുന്നത്. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അതുകൊണ്ട് നമ്മൾ പ്രിയ സഹോദരങ്ങളെ, ഈ വെളിപാട് ഗ്രന്ഥത്തിൽ 12-ാം അധ്യായത്തിൽ സ്ത്രീയും ഉഗ്രസ്വർപ്പം എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന മൈനത്തിലെ നിഗൂഢ രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൻ്റെ ക്ലാസ്സുകൾ എന്ന ഈ 10-ാം ഭാഗത്തിൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇവിടെ തെറ്റിദ്ധാരണ ഉണ്ടാകരുത്, ഇവിടെ നമ്മൾ കൺഫ്യൂഷൻസ് ഉണ്ടാകരുത്. ഇവിടെ നമ്മുടെ ആത്മാവും മനസ്സും ജ്ഞാനത്തിൻ്റെ വരം കൊണ്ട് നിറയുമ്പോൾ മാത്രമേ ഇതിൻ്റെ അന്തർസത്തകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ സഭയെ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ നമുക്ക് തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടാൽ കർത്താവ് ഹോസിയ അറിവില്ലാത്ത ജനം നശിക്കും, അറിവില്ലാത്ത ജനം നശിക്കുമെന്ന് ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അറിവിൻ്റെ തലം, ആ അറിവിൻ്റെ തലത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പരിശുദ്ധ അമ്മേ, മാതാവേ, മധ്യസ്ഥം പ്രാർത്ഥിക്കേണ്ടത് അപ്പോഴാണ്. നീ ആദ്യം നിൻ്റെ വിശുദ്ധിയുടെ പ്രക്രിയ നടക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മെ സകല അശുദ്ധിയിൽ നിന്ന്, മ്ലേച്ഛതയിൽ നിന്ന്, ആസക്തിയിൽ നിന്ന്, ജഡിക അഭിലാഷത്തിൽ നിന്ന്, ജഡമോഹത്തിൽ നിന്ന്, കുറ്റം പറച്ചിലിൽ നിന്ന്, വ്യഭിചാര ദുർഭോഗത്തിൻ്റെ പരിപാടികൾ മൊബൈൽ ഫോണിലോ ടി വിയിലോ കാണുന്നതിൽ നിന്ന് നമ്മൾ 1-2 പ്രസവം കൊണ്ട് നിർത്തിയിട്ട് ഗർഭപാത്രം മുറിച്ച് കെട്ടിയിട്ട് പരിശുദ്ധ അമ്മ എനിക്ക് കാവലുണ്ടാകണമേ, പരിശുദ്ധ അമ്മ എന്നെ രക്ഷിക്കണേ പറഞ്ഞാൽ രക്ഷിക്കുന്ന അമ്മ പരിശുദ്ധ അമ്മ അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയും പ്രിയപ്പെട്ടവരെ. മകൻ 2 മക്കളുണ്ട്. ഒരാൾ കാനഡയിൽ, ഒരു USA-ൽ 2 നില മാർക്ക് വീടുണ്ട്, 2-3 വാഹനമുണ്ട് വീട്ടിൽ, ഇഷ്ടംപോലെ സമ്പത്തും കാര്യം ഉണ്ടായിട്ട് പരിശുദ്ധ അമ്മയെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്ന ആളല്ല പരിശുദ്ധ അമ്മ, ശിക്ഷിക്കുന്ന ആളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബക്കലക്കമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ നാശമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, എന്നെ വിളിക്കുന്ന പലരും പറയുകയാണ് കുടുംബത്തിൽ ഒരുപാട് അനർത്ഥങ്ങളാണ്. ഒരുപാട് പേരെന്നെ വിളിച്ച് പറയുമ്പോൾ ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. ഇത്ര പരിശുദ്ധമ്മയുടെ മധ്യസ്ഥമുണ്ട്, ഇത്ര കുർബാനയുണ്ട്, ഇത്ര കുംഭസാരമുണ്ട്, ഇത്ര സഭയുണ്ട്, ഇത്ര വൈദികരുണ്ട്. എന്നിട്ട് എന്താണ് കുടുംബത്തിൽ സമാധാനമില്ലാത്തത്? എന്താണ് കുടുംബം വിശുദ്ധി പ്രാപിക്കാത്തത്? എന്താണ് കുടുംബത്തിൽ സന്തോഷവും ശാന്തി ലഭിക്കാത്തത്? എന്താണ് മക്കൾ വിവാഹം കഴിച്ചതിന് ശേഷം 2 മാസം കഴിയുമ്പോൾ അവരിൽ ഇട്ടിച്ചു പോകുന്നു, ഡൈവോഴ്സിലേക്ക് പോകുന്നു? എന്തുകൊണ്ട് പരസ്പരം തമ്മിലടിക്കുന്നു? പരിശുദ്ധമ്മ മധ്യസ്ഥമുള്ള ഭവനത്തിൽ എന്താണ് സംഭവിക്കേണ്ടത്? ഞാൻ ചോദിച്ചു പോകുക പ്രിയ സഹോദരങ്ങളെ. ഇത് തെറ്റിദ്ധാരണ നമ്മൾ കുടുങ്ങിയതുകൊണ്ടാണ്. ഇതുപോലെ പരിശുദ്ധമ്മ മധ്യസ്ഥമ്മയുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ചിന്തിക്കുക, മറുപടി തരാൻ നിങ്ങളുടെ പറയാം. നിങ്ങൾ മറുപടി താ. എത്രയോ ഭവനങ്ങളാണ് എന്നെ വിളിച്ച് പറയുന്നത് കുടുംബത്തിൻ്റെ നാശം, ശാപം എത്ര ഭയാനകമാണെന്നറിയോ? കുടുംബത്തിൽ ആത്മഹത്യ നടക്കുന്നു, കുടുംബത്തിൽ കൂടോത്രങ്ങൾ നടക്കുന്നു, കുടുംബത്തിൽ ഭർത്താവ് ഭാര്യയെ വെറുക്കുന്നു, ഭാര്യ ഭർത്താവിനെ വെറുക്കുന്നു, അപ്പൻ മക്കൾ തമ്മിൽ വെറുക്കുന്നു, മക്കൾക്ക് ഡൈവോഴ്സ് സംഭവിക്കുന്നു, മക്കൾക്ക് വിവാഹം കഴിച്ചിട്ട് കുഞ്ഞുങ്ങളില്ല, 2 മാസം കല്യാണം കഴിഞ്ഞിട്ട് 2ാമത്തെ മാസം ഡൈവോഴ്സ് കൊടുത്ത സംഭവം വിളിച്ച് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട 6 മാസം വിവാഹം എന്ന് കുതാശെന്നുള്ളൂ, 6 മാസം ഡൈവോഴ്സിലേക്ക് പോയി. അതുപോലെ 100 കേസുകൾ. എന്തുകൊണ്ട്? പരിശുദ്ധമ്മ കാവലുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കണോ? പരിശുദ്ധമ്മ നോക്കിയില്ലേ കുടുംബത്തെ? പരിശുദ്ധമ്മ സംരക്ഷിക്കണ്ടേ? എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? തിരിച്ചറിയണം. വെളിപാട് ഗ്രന്ഥം 12-ാം അധ്യായം ശരിക്ക് പഠിക്കണം പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവുണ്ടെന്നറിയണം. എന്നിട്ട് പറയണം, അമ്മേ, മാതാവേ, കാവലുണ്ടാകണമേ, ഞങ്ങളുടെ ഭവനത്തിറ്റും പാളയമടിച്ച് നിൽക്കണേ, ദൂതന്മാരെ അയക്കണമെന്ന് പറയാൻ പഠിക്കും പ്രിയപ്പെട്ടവരെ. അല്ലാതെ സംരക്ഷണത്തിന് വേണ്ടി മാതാവ് നിൽക്കില്ല. അങ്ങനെ നിൽക്കുന്ന മാതാവ് തിന്മയ്ക്ക് കൂട്ട് നിൽക്കുന്ന അമ്മയല്ല പരിശുദ്ധ അമ്മ, അശുദ്ധിക്ക് കൂട്ട് നിൽക്കുന്ന അമ്മയല്ല പരിശുദ്ധ അമ്മ. ചുരിദാറിയിട്ട് അവിടവും കാണിച്ച് ഇവിടവും കാണിച്ച് നിന്ന് അങ്ങനെ ഇങ്ങനെ നിന്നിട്ട് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥയുടെ ഭവനം
നശിച്ചു പോകും. ഒരു സംശയം വേണ്ട. ഇന്ന് കേരള സഭയിലെ ക്രിസ്ത്യാനികളും നാശത്തിൻ്റെ വക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമുള്ളൂ, പരിശുദ്ധമ്മയുടെ കുറ്റമല്ല, മറിച്ച് എൻ്റെ അശുദ്ധി, എൻ്റെ വിശുദ്ധിയുടെ കുറവ്, എൻ്റെ അജ്ഞതയുടെ പ്രശ്നം. ഞാൻ മ്ലേച്ഛമായത് കേട്ടു, അശുദ്ധി കണ്ടു നടന്നു, അതനുസരിച്ച് ഞാൻ പലതും പരീക്ഷിച്ച് നോക്കി, എൻ്റെ കുടുംബജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കി, അത് പങ്കാളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടെ പ്രശ്നമുണ്ടായെങ്കിൽ അത് പരിശുദ്ധമ്മ കാവലുണ്ടായിരുന്നു, ഇത് കാണാൻ സംഭവിക്കില്ലായിരുന്നു. പരിശുദ്ധമ്മ പറഞ്ഞ പോലെ കേട്ടിരുന്നെങ്കിൽ സംഭവിക്കില്ലായിരുന്നു. പക്ഷേ പരിശുദ്ധമ്മ പറഞ്ഞത് കേൾക്കുകയല്ല ചെയ്തത്, പരിശുദ്ധമ്മയെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. നമ്മൾ പരിശുദ്ധമ്മ പറഞ്ഞ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധമ്മയെ ഉപയോഗിച്ച് നമ്മൾ പലതും ചവിട്ടി കയറി. പക്ഷേ എന്തു സംഭവിച്ചു? ആ ചവിട്ടിക്കയറൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി? എടുത്ത് താഴോട്ട് എറിയുന്ന രീതിയിൽ പോയി. കാരണം വിശുദ്ധിയുടെ പടവിലല്ല കയറി ചവിട്ടത്, അശുദ്ധിയുടെ പടവിൽ കൂടെ കയറി ചവിട്ടിയിട്ട് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം ചോദിക്കരുത്. പ്രിയപ്പെട്ടവരെ, സഭയുടെ നാശവും ലോകത്തിന് ക്രിസ്ത്യാനികളുടെ നാശവും അടുത്തെത്തി കഴിഞ്ഞു. ഞാൻ രണ്ടാം വരവ് ചാനലിൽ കൂടെ പറയുന്ന യേശുവിൻ്റെ വരവിനെ ആസ്പദമാക്കി കൊണ്ട് പറയുകയാണ്. രണ്ടാം വരവെന്ന ചാനലിൽ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിന് തൊട്ടുമുള്ള കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ വെളിപ്പെടുത്തൽ കൂടെ വെളിപ്പെടുത്തി തരുന്ന ഈ വചനങ്ങൾ കേട്ട് നിങ്ങൾ ഗ്രഹിക്കണം. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം തേടുന്നതിനേക്കാളേറെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് വിശുദ്ധീകരണ പ്രക്രിയ നടത്തണം. ശക്തമായ കുമ്പസാരങ്ങൾ വേണം. തിന്മയുടെ യുഗത്തിലെ തിന്മ ഏതാണെന്ന് കണ്ടുപിടിക്കണം. പാപത്തിൻ്റെ പ്രവൃത്തിരൂപമാണ് തിന്മയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ അത് ഗ്രഹിക്കാൻ നമുക്ക് കഴിയണം. അല്ലാതെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമ്മയെല്ലാം നോക്കിക്കൊള്ളും, ഒരു ജമാലി ഉരുട്ടി നടന്നാലൊന്നും രക്ഷിക്കുന്ന പരിശുദ്ധമ്മ എല്ലാവരും പരിശുദ്ധമ്മ. അങ്ങനെയാണ് കർത്താവിൻ്റെ ആവശ്യമില്ല, അങ്ങനെ പരിശുദ്ധമ്മൻ്റെ ആവശ്യമില്ല. നമുക്ക് പരിശുദ്ധമ്മ മാത്രം മതി. അത് നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ എപ്പോൾ തടന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുക, പരിശുദ്ധി പ്രാപിക്കുക, അതിശക്തമായ കുംഭസാര പ്രക്രിയയുടെ ദുരാത്മാക്കളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ആത്മാവ്, പരിശുദ്ധാത്മാവ്, മനസ്സ്, ശരീരം. അതുകൊണ്ടാണ് 1-2 തെസ്സലോനി 5:23 പറഞ്ഞ വചനമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള വചനമാണ്. നമ്പർ തെറ്റിയ നേരത്തിൽ പ്രിയപ്പെട്ട ഞാൻ നോക്കിയിട്ട് പറയാം. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. തെസ്സലോനിക്കരുടെ ലേഖനത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ കരുത്ത് ലഭിക്കുന്നതിന് വേണ്ടി ഈ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കട്ടെ എന്ന് പരിശുദ്ധാത്മാവ് വിശുദ്ധ പൗലോസിലെ തെസ്സലോനിക്കരുടെ ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ തലം വിശുദ്ധി പ്രാപിക്കാനാണ് കർത്താവ് വന്നിരിക്കുന്നത്. അത് പരിശുദ്ധാത്മാവുകൊണ്ടാണ്, അത് അശുദ്ധിയും മ്ലേച്ഛതയും എടുത്ത് കളഞ്ഞുകൊണ്ടാണ്. അല്ലാതെ പരിശുദ്ധമ്മയുടെ സംരക്ഷണം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിത്യയിലേക്ക് പ്രവേശിക്കാൻ വിചാരിച്ച് പോകരുത് പ്രിയ സഹോദരങ്ങളെ. ഞാൻ സ്നേഹപൂർവ്വം നിങ്ങൾ പറയുകയാണ്, ഞാൻ ഉപദേശിക്കുകയാണ്, ഞാൻ പഠിപ്പിക്കുകയാണ്, ഞാൻ പ്രബോധിപ്പിക്കുകയാണ്. സഭയുടെ ഭാഗത്ത് കുറേ കുറവുകൾ വന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇന്ന് ഇല്ല. ഒന്നെങ്കിൽ കത്തോലിക്ക സഭ ചെയ്യേണ്ടതാണ്, വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള പ്രബോധനങ്ങൾ കൂടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലേക്ക് കയറ്റി ഒരു പുസ്തകം കൂടെ പബ്ലിഷ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ലഘുലേഖ ഉണ്ടാക്കി ഈ മതബോധന ഗ്രന്ഥത്തോട് ചേർത്ത് അത് ഒട്ടിക്കുക. വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമായി കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി എഴുതപ്പെട്ടിട്ടില്ല. അതായത് വെളിപാട് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സഭയുടെ പ്രബോധനത്തിലോ പഠിപ്പിലോ ഇപ്പോഴും ഇല്ല. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മളൊരു മധ്യസ്ഥം തേടി നിന്നാൽ രക്ഷപ്പെടില്ല, ശിക്ഷയുടെ ആഴം കൂടുതലായിരിക്കും. അതുകൊണ്ട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ശക്തമായ സഭ ഈ പ്രബോധനത്തെ എടുത്ത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ 12-ാം അധ്യായത്തിൻ്റെ പ്രബോധനത്തെയും അതുപോലെ തന്നെ വെളിപാട് ഗ്രന്ഥത്തിൻ്റെ ആസ്പദമാക്കിയുള്ള പ്രബോധനത്തെയും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തോട് കൂട്ടിച്ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സിൽ ഇതുപോലെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ പ്രബോധിപ്പിച്ചുകൊണ്ട്, ഉത്ബോധിപ്പിച്ചുകൊണ്ട്, പഠിപ്പിച്ചുകൊണ്ട് സഭ ജനത്തെ ഒരുക്കേണ്ട സമയം കടന്നുപോയി. അധികം കാലമില്ല, ഓർമ്മിക്കണം. അതിനുള്ള പ്രിയ സഹോദരങ്ങളെ, വളരെ ശക്തമായ ഭാഷയിൽ ധാരാളം പ്രാർത്ഥനാപൂർവ്വം ഇരുന്ന് ആലോചിച്ച് ഇതിൻ്റെ വചനങ്ങൾ പഠിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിന് മറ്റു കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ വെളിപാട് ഗ്രന്ഥം 12-ാം അധ്യായത്തിൽ വെളിപാട് ഗ്രന്ഥത്തിൽ പറഞ്ഞ 12-ാം അധ്യായം സ്ത്രീ ഉഗ്ര സർപ്പവും എന്ന ആ വിഷയത്തെ ആസ്പദമാക്കി നമ്മൾക്കറിയാം. ദാനിയേൽ 7:7, മിഖ 4:9, ദാനിയേൽ 8:10, യേശയ്യാ 67:7 ഈ വചനങ്ങളിലെല്ലാം ലിംഗ് രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് സൂചക വചനങ്ങൾ എന്നാണ് പറയുക. സൂചിപ്പിച്ച് സംസാരിക്കുക. അതായത് അങ്ങനെ വിരൽ ചൂണ്ടിയാണ് ഇങ്ങോട്ട്. ഇത് ദാനിയേൽ 8:10, ഇത് മിഖ 9:14 ഇങ്ങനെ ചൂണ്ടി കർത്താവ് പറഞ്ഞാൽ അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങളെടുത്ത് വായിച്ചു നോക്ക്, അപ്പോൾ മനസ്സിലാവും. അല്ലാതെ പരിശുദ്ധമയെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെക്കുറിച്ചും ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമാണ് അതിൻ്റെ സൂചക നമ്പറുകളിൽ സൂചകാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്, കൈ ചൂണ്ടി പറയുന്നത്.
യേശയ്യാപ്രവചനത്തിലും വെളിപാട് 8:10 ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അത് വെളിപാട് 8:10 ദാനിയേൽ 8:10 പ്രിയപ്പെട്ടവരെ. അവിടെ എല്ലാം മനസ്സിലാക്കി. ഇത് വളരെ ശക്തമായിട്ട് ഇരുന്ന് ധ്യാനിച്ച് പഠിച്ച് ഒരുങ്ങിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഭയുടെ പ്രബോധനങ്ങളിൽ ചെറിയ കുറവുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് കാലാകാലങ്ങളിൽ വരുമ്പോൾ അത് തിരുത്താനും അതിനെ പഠിപ്പിക്കാനും ഉത്ബോധിപ്പിക്കാനും കഴിവുള്ള വ്യക്തികളെ ദൈവം തരുമ്പോൾ പൗലോസ് പറഞ്ഞാൽ ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ചെറുപ്പത്തിൽ പഠിച്ചത് ഞാൻ മാറ്റിവെച്ചു. പഴയ പ്രബോധനമല്ല, പഴയ വിജ്ഞാനമല്ല എന്നുള്ളത്, പുതിയ വന്നപ്പോൾ പുതിയവ എന്നെ നയിക്കണം, പുതിയ ജ്ഞാനം എന്നിൽ നിറയണം, പുതിയ വിശുദ്ധി എന്നിൽ നിറയണം, പുതിയ പ്രബോധനം കൊണ്ട് ഉൾക്കൊള്ളണം. അല്ലാതെ നമ്മൾ ഒരേ ചട്ടക്കൂട്ടി കടന്ന് നശിച്ചു പോകരുത്. സഭയുടെ പ്രബോധനമൊക്കെ അവിടെ ഇരുന്നോളട്ടെ, പക്ഷേ ഈ സഭ പരിശുദ്ധയുടെ മധ്യസ്ഥം നേടി പ്രാർത്ഥിക്കുന്നതും ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം. അല്ലാതെ വെറും മധ്യസ്ഥം കൊണ്ട്, വെറും കുറച്ച് നടപ്പും കുറേ കൊന്തയുരുട്ടും കൊണ്ട് രക്ഷപ്പെടില്ല. ഓർത്തോണം, നല്ലവണ്ണം ഓർക്കണം. അതുകൊണ്ട് അതിശക്തമായ കുംഭസാര പ്രക്രിയയിലൂടെ ദുരാത്മാക്കളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ആത്മാവിൻ്റെ തലം പരിശുദ്ധി കൊണ്ട് നിറയ്ക്കാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പ്രിയപ്പെട്ടവരെ. അതിനുശേഷം അമ്മയെ വിളിക്ക്. അമ്മ നിങ്ങൾക്ക് കാവലും കൂട്ടുമായി. നിങ്ങളുടെ ഇടത്തും വലത്തും പരിശുദ്ധ ദൂതന്മാരും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പരിശുദ്ധിയും കാവലും കൂട്ടുമുണ്ടാവും. നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ അടയാളം സംഭവിക്കും. നിങ്ങളുടെ കുടുംബം പുരോഗതി പ്രാപിക്കും. പൈശാചിത്യത്തിൽ വിട്ടുപോകും. കുടുംബം സംരക്ഷിക്കപ്പെടും. കുടുംബത്തിന് സന്തോഷ സമാധാനം നിറയും. ഒരു ദുരാത്മാവ് നിന്റെ ഭരണത്തെ തൊടുകയില്ല. ഒരു ദുഷ്ടശക്തി നിന്റെ ഭരണത്തെ തൊടുകയില്ല. സക്കര 9 ആരും കയറി നടക്കാതിരിക്കുന്ന എൻ്റെ ഭരണത്തിട്ട് പാളമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദനം നിന്നെ ഉപദ്രവിക്കില്ല. എൻ്റെ കണ്ണ് നിന്റെ മേലുണ്ട് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കർത്താവിൻ്റെ കണ്ണ് നമ്മുടെ പതിയണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം മാത്രം പോരാ, വിശുദ്ധി ഉണ്ടാകണം. വിശുദ്ധിന് ശേഷം പരിശുദ്ധ അമ്മ വിളിക്ക് കാവലും കൂട്ടുമുണ്ടാവും പ്രിയപ്പെട്ടവരെ. അത് തിരിച്ചറിയണം. അതിനാൽ കർത്താവ് യേശു ക്രിസ്തു നമ്മൾ സമൃദ്ധമാനിക്കട്ടെ. കർത്താവ് യേശു ക്രിസ്തു തിരുവചനം നമ്മൾ ശക്തമായിട്ട് നിറയട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ ജ്ഞാനവും ശക്തിയും വിശുദ്ധിയും നമ്മൾ നിറയമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും പരിശുദ്ധം നിറയാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് ചോദിക്കുകയും ചെയ്യാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആമേൻ.